1.5 മാസം മുമ്പ് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയവരൊക്കെ ദേ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക് ഇനി സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷനും ഒക്കെ ചെയ്യണ്ടേ, അതിനുള്ള പോക്കാണ്. രജിസ്ട്രേഷൻ ചെയ്യാൻ ടൈം ആയെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നപ്പോഴേ എല്ലാവരും ഒരുമിച്ച് പോകാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് വരാൻ പറ്റാതിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിച്ച് അവരെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിരിക്കും അല്ലേ ഇഷ്ടം, പക്ഷേ എനിക്ക് നേരെ തിരിച്ചാ കേട്ടോ. ഇതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയത്തില്ല. അതുപോലെ തന്നെ ആ യാത്രകൾ അത്രയും സ്പെഷ്യലായി തീരുകയും ചെയ്യും. ഇങ്ങനെയുള്ള യാത്രകളിൽ പലപ്പോഴും മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം നീണ്ടു നിൽക്കുന്ന ചില സൗഹൃദങ്ങൾ നമുക്ക് കിട്ടത്തില്ലേ. സൂക്ഷിക്കാൻ അത്രമേൽ മനോഹരമായ ചില കാഴ്ചകൾ കാണുവാൻ സാധിക്കുകയില്ല. ഈ ഒരു യാത്രയിൽ അതുപോലെ ഞങ്ങൾക്ക് കൂട്ടുകിട്ടിയത് ഒരു പള്ളിയിലച്ഛനെയായിരുന്നു കേട്ടോ. അച്ഛൻ്റെ അനുഭവങ്ങളും കഥകളും ഒക്കെ ഞങ്ങൾ കേട്ടെ. ചില നേരങ്ങളിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ പ്രായം പറഞ്ഞ അവരും അവരുടെ യൗവനങ്ങളിലേക്ക് ചേക്കേറുന്നതായി തോന്നാറുണ്ട്. ഒരു പക്ഷേ വാർദ്ധക്യത്തിൽ ഞാനും ഇതുപോലെ ഒരു യാത്രയിലായിരിക്കുമ്പോൾ യൗവനത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഇതുപോലെ ഒരു പറ്റം യുവാക്കൾ എന്നെയും കാത്തിരിപ്പുണ്ടാകാം.